കോയമ്പത്തൂർ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ പി രാമവാര്യരുടെ മകൾ കസ്തൂരി ജി കുട്ടി കൊല്ലപ്പെട്ട കേസിൽ 2 നേപ്പാൾ സ്വദേശികൾ അറസ്റ്റിൽ. സ്വർണം കവരാൻ വേണ്ടിയാണ് 82 വയസ്സുകാരിയായ കസ്തൂരിയെ കൊന്നതെന്ന് ഇവർ സമ്മതിച്ചു. വീട്ടുജോലിക്കാരി ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ വേറെയും പ്രതികളുണ്ടെന്നും തെരച്ചിൽ നടക്കുകയാണെന്നും കോയമ്പത്തൂർ പോലീസ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വീട്ടിൽ സഹായത്തിന് നിന്ന കസ്തൂരിയുടെ വീട്ടിൽ സഹായത്തിന് നിന്ന നേപ്പാൾ സ്വദേശിനിയും ഭർത്താവും കൂട്ടാളികളും ചേർന്ന് സ്വർണം കവരാൻ വേണ്ടി നടത്തിയ അതിക്രൂരമായ കൊലപാതകം. ഈ സംഭവം നടന്ന് ഉടൻ തന്നെ പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നു. പക്ഷേ വീട്ടുജോലിക്കാരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ എത്ര പേരുണ്ടെന്നാണ് വിവരം? നിലവിൽ ആരൊക്കെയാണ് അറസ്റ്റിനായിട്ടുള്ളത്? ടോം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ നേപ്പാൾ സ്വദേശിനിയായ ഒരു ഹോം നഴ്സിനെയാണ് കസ്തൂരിയെ നോക്കാൻ വേണ്ടി 82 വയസ്സുള്ള കസ്തൂരിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. മകൻ ഡോക്ടർ രാമൻകുട്ടി വിദേശ യാത്രയിലായിരുന്നു. കോയമ്പത്തൂർ നെഞ്ചുണ്ടാവൂർത്തെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇവർ താമസിച്ചു പോന്നിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ രാമൻകുട്ടി വിദേശയാത്രയിലായിരുന്ന സാഹചര്യത്തിലാണ് ഇവർ കസ്തൂരി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് മകൾ അടുത്ത് തന്നെ താമസിച്ചിരുന്ന മകൾ നിരന്തരം വിളിക്കുകയും ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അയൽവാസികളെ വിളിച്ച് വിവരം അറിയിക്കുകയും അവർ പരിശോധിച്ചപ്പോഴാണ് കസ്തൂരിയെ ഇത്തരത്തിൽ പ്ലാസ്റ്റർ കൊണ്ട് വായ മൂടുകയും കട്ടിൽ കെട്ടിയിടുകയും ചെയ്തിരുന്ന നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ടോം സൂചിപ്പിച്ചതുപോലെ വീട്ടുജോലിക്കാരി ഉൾപ്പെടെ ഹോം നേഴ്സ് ഉൾപ്പെടെ മറ്റ് 2 പേര് കൂടി ചേർന്നിട്ടാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്ന് കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഒരു 12:15 വെള്ളിയാഴ്ച ആ ദിവസത്തെ 12:15 ഈ അപ്പാർട്ട്മെന്റിൽ അവരെത്തുകയും 2 പേരെത്തുകയും ഈ സുർജ റോക്കി എന്ന് പറയുന്ന വീട്ടുജോലിക്കാരി വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ഇവരുടെ സ്വർണം കവരാനാണ് എന്ന് ഈ പിടിയായ പ്രതികളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. രാകേഷ്, ദിലീപ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ നിന്നും ഈ സ്വർണം, അതായത് നഷ്ടപ്പെട്ടുള്ള സ്വർണവും പണവും കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഹോം നേഴ്സ് സുർജ റോക്കിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നേപ്പാൾ സ്വദേശിയാണ് ഇവരെ വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദിവസം തന്നെ പോലീസിന് ഇതിൽ വ്യക്തതയുണ്ടായിരുന്നു. അത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ 8 അംഗ അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത്. വളരെ വേഗം തന്നെ അടിയന്തരമായി തന്നെ പ്രതികളിലേക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ദിവസം തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. ഈ 2 പേര് മാത്രമാണോ ഇതിലുള്ളത് എന്നുള്ള സംശയം പോലീസിനുണ്ട്. കൂടുതൽ പ്രതികളുണ്ട് എന്ന് തന്നെയാണ്. ഒരു പക്ഷേ 2 പേര് ഫ്ളാറ്റിലെത്തിയെന്ന് മാത്രമേ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുള്ളൂ. അതുപോലെ ഈ വീട്ടുജോലിക്കാരിയായ സുർജ റോക്കിയും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേര് മാത്രമല്ല, ഈ പിടിയിലായപ്പെട്ട 2 പേരും സുർജ റോക്കിയും മാത്രമല്ല, പുറത്ത് മറ്റാളുകൾ ഇവർക്ക് സഹായത്തിനുണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഹോം നേഴ്സ് സുർജ റോക്കിക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. അതിന് കൃത്യമായി അവരുടെ ഫോട്ടോ ഉൾപ്പെടെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായി അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും കോയമ്പത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുകയും വളരെ വേഗം തന്നെ 2 പേരെ തുടക്കം മുതൽ തന്നെ പോലീസിന് ഇവരെ സംശയമുണ്ടായിരുന്നു. പൊതുവെ നമുക്കറിയാം, നേപ്പാളിൽ നിന്ന് നിരവധി ആളുകൾ ഇന്ത്യയിലെത്തി ജോലി ചെയ്യുന്നുണ്ട്. വീട്ടുജോലി, അതല്ലെങ്കിൽ സെക്യൂരിറ്റി, ഹോട്ടൽ ജോലിയിലൊക്കെ ഏർപ്പെടുന്ന നിരവധി നേപ്പാളികളുണ്ട്. പൊതുവെ ഏറ്റവും വളരെയധികം വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളാണ് നേപ്പാൾ സ്വദേശികളെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറി മറിയുന്നു. ഈ കൊലപാതക കേസിൻ്റെ അന്വേഷണം എത്തുന്നത് നേപ്പാൾ സ്വദേശികളിലേക്കാണ്. കൃത്യമായ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന് തന്നെയാണോ പോലീസിൻ്റെ കണ്ടെത്തൽ? മാത്രമല്ല, ഇത് കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അവർ എത്തിയതാണോ, അതോ ഈ കവർച്ചയ്ക്കിടെ ഒരു ബലപ്രയോഗത്തിനിടെ നടന്ന കൊലപാതകമാണോ ഇത്? ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസ് തന്നെ വ്യക്തമാക്കിയത് കവർച്ചാശ്രമത്തിനിടെ നടത്തുന്ന കൊലപാതകമെന്നാണ്. പ്രത്യേകിച്ചും ഇവരെ ഒച്ചയുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വായി പ്ലാസ്റ്ററും മറ്റും ഒട്ടിച്ചതും കൈകാലുകളും കെട്ടിയിടുമൊക്കെ. അതിനിടയിൽ സംഭവിച്ചു പോയ മരണമാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണെന്ന് മനഃപൂർവ്വമുള്ള കൊലപാതകം തന്നെയാണ്. അങ്ങനെ ഇവിടുന്ന് ഈ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് 2 മാല കാണാതായ സാഹചര്യത്തിലാണ് പോലീസ് ഈ വീട്ടുജോലിക്കാരിയെ, അതായത് ഈ ഹോം നേഴ്സായി നിന്ന് സുർജ റോക്കി എന്ന് പറയുന്ന
നേപ്പാളി സ്വദേശിയായ സ്ത്രീയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ ഇതിൽ നിന്നും ഈ സ്ത്രീ 12:15 ഈ കുറ്റകൃത്യം നടക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി 12:15 ഈ രാത്രി ഈ ആളുകൾക്ക്, ഈ വന്ന 2 ആളുകൾക്ക്, രാകേഷും ദിലീപുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ആ ആളുകൾക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുക്കുന്നു. ഇവരകത്ത് വന്ന ശേഷമാണ് സ്വർണവും പണവും കവരുന്നതും. ഇവരിൽ നിന്നും ഈ പിടിയിലായിട്ടുള്ള ദിലീപ്, രാകേഷ് തുടങ്ങിയ 2 പേരിൽ നിന്നും പണവും ഈ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഈ സ്ത്രീയെ സംശയമുണ്ടായിരുന്നതായി വ്യക്തമല്ല. എന്നിരുന്നാലും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ വളരെ വ്യക്തമായിട്ട് കുറ്റവാളികൾ ആര് എന്നുള്ള സൂചന പോലീസിന് ലഭിക്കുന്നതും അതിൽ വ്യക്തത വരുന്നതുമൊക്കെ. തുടർന്നാണ് ഈ ഹോം നേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതും. അവരുടെ ഫോൺ അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. അതായത് ഈ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്ന് തന്നെ ഫോൺ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ച് പോയിരുന്നതായിരിക്കാം. എന്തായാലും മറ്റു വഴികൾ കൂടി പോലീസ് തേടുന്നുണ്ട്. എന്തായാലും 8 അംഗ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. കോയമ്പത്തൂർ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വളരെ വേഗം തന്നെ അവർക്ക് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു. അതായത് മറ്റ് 2 പേരിലേക്ക്, സുജ റോക്കി സഹായിച്ച മറ്റു 2 പേരിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇനി ഈ പറയുന്ന ഹോം നേഴ്സിലേക്ക് കൂടി എത്തിയാലാണ് ഇതിൽ കുറ്റകൃത്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല ഈ ദിലീപ്, രാകേഷ് എന്നീ ഈ പിടിയിലായിട്ടുള്ള 2 പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. യെസ്, വ്യക്തമാണ്. കോയമ്പത്തൂരിലെ അതിക്രൂരമായ കൊലപാതകം, അത് സ്വർണം അപഹരിക്കാൻ വേണ്ടിയായിരുന്നു. വീട്ടുജോലിക്കാരി നേപ്പാൾ സ്വദേശിനിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഒടുവിൽ ഇതിലേക്ക് എത്തിയത്. ഈ ക്രൂരമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. പക്ഷേ വീട്ടുജോലിക്കാരി ഇപ്പോഴും ഒളിവിലാണ്. 2 പേർ പിടിയിലായിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികളുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.